സുന്ദരിക്കുട്ടിയും 3 കരടികളും. ഒരിടത്തൊരു കാട്ടിൽ ഒരു വീട്ടിൽ അച്ഛൻ കരടിയും അമ്മക്കരടിയും ഒരു കുട്ടിക്കരടിയും താമസിച്ചിരുന്നു. ഒരു ദിവസം കഴിക്കാൻ അത്താഴമുണ്ടാക്കി വെച്ച് അവർ ഒന്ന് നടക്കാൻ പോയി. ആ സമയത്ത് അവരുടെ വീട്ടിലേക്ക് ഒരു കുട്ടി കയറി വരാനിടയായി. അവളൊരു സുന്ദരിയായിരുന്നു. സുന്ദരി മേശപ്പുറത്ത് അത്താഴം ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അവൾ അത് മുഴുവൻ കഴിക്കാൻ നിശ്ചയിച്ചു. ആദ്യം വലിയ പ്ലേറ്റിലേത് കഴിക്കാൻ നോക്കി. അത് ഭയങ്കര ചൂടായിരുന്നു. അമ്മക്കരടിയുടെ പ്ലേറ്റിലേത് ഭയങ്കരമായി തണുത്തും പോയിരുന്നു. കുട്ടിക്കരടിയുടെ പ്ലേറ്റിലെ അത്താഴം പാകത്തിന് ചൂടുള്ളതായിരുന്നു. അതുകൊണ്ട് അവൾ അത് മുഴുവൻ തിന്നു. ഇനി ഒന്ന് ഉറങ്ങണം എന്നും പറഞ്ഞ് അവിടെയുള്ള 3 കസേരകളിലും പോയി ഇരുന്നു നോക്കി. അച്ഛൻ കരടിയുടെ കസേര വളരെ കാഠിന്യമേറിയതായിരുന്നു. അമ്മക്കരടിയുടേത് ഇരുന്നാൽ കുഴിഞ്ഞു പോകുന്നത്ര മൃദുലവും. കുട്ടിക്കരടിയുടേത് നല്ല സുഖമുള്ള കസേരയായിരുന്നു. പക്ഷേ അവൾ ഇരുന്നപ്പോഴേക്കും അത് പൊട്ടിപ്പോയി. സുന്ദരി വേഗം കിടപ്പുമുറിയിലേക്ക് നടന്നു. അച്ഛൻ കരടിയുടെ കട്ടിലിന് ഉയരം കൂടുതലായിരുന്നു. അമ്മക്കരടിയുടേത് തീരെ താഴ്ന്നതും. കുട്ടിക്കരടിയുടേത് ഉയരം നല്ല പാകമായതുകൊണ്ട് അവൾ അതിൽ കിടന്നുറങ്ങി. കരടികൾ തിരിച്ചു വന്നപ്പോൾ അത്താഴം മുഴുവൻ ആരോ കഴിച്ചിരിക്കുന്നു. എൻ്റെ കസേര ആരോ പൊട്ടിച്ചു എന്നും പറഞ്ഞ് കുട്ടിക്കരടി നിലവിളിയായി. അവർ കിടപ്പറയിൽ ചെന്നു നോക്കിയപ്പോൾ ഒരു സുന്ദരി കുട്ടി കുട്ടിക്കരടിയുടെ കിടക്കയിൽ ഉറങ്ങുന്നു. ഇവരുടെ ശബ്ദം കേട്ടുണർന്ന സുന്ദരി കരടികളെ കണ്ട് പേടിച്ച് ഓടടാ ഓട്ടം വെച്ചു കൊടുത്തു.